അനിൽകുമാറെ, ആ കണ്ടെയ്നർ ടെർമിനലിന്റെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ? അതിന്റെ ഗേറ്റ് തുറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എവിടെയാ റെയിൽ കണക്ടിവിറ്റി? എവിടെയാ റോഡ് കണക്ടിവിറ്റി? സ്ഥലം പോലും 10 വർഷമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം വിഴിഞ്ഞമായിട്ട് കൊണ്ട് നടക്കാൻ പോവാ ഉളുപ്പൊന്നില്ലാത്ത വർഗം. അദാനി മുൻകൂട്ടി സർക്കാരിനൊന്നും അറിയിക്കാൻ പറ്റിയില്ല. അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ഇത് സതീശൻ പറയുന്നതാണോ KC വേണുഗോപാൽ പറയുന്നതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണത്? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാന സർക്കാർ ഒരു കത്തെഴുതണം. അദാനി കത്തെഴുതാൻ മറന്നുപോയി. അതൊക്കെ മാപ്പാക്കിയേക്കാം. ഇതല്ലേ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട രാജു പി നായർ പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ 2 കാര്യം ഞാൻ തിരുത്താം. ഒന്ന്, വിഴിഞ്ഞത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ ചൈനീസ് കമ്പനി, ബന്ധമുള്ള കമ്പനി ടെൻഡർ പിടിച്ചത് ഉമ്മൻചാണ്ടി ടെൻഡർ ചെയ്തപ്പോഴല്ല, അത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ്. ആ ടെൻഡർ പിടിച്ച ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? AK ആന്റണി കേന്ദ്രത്തിൽ. AK ആന്റണി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ടെൻഡർ പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് AK ആന്റണിയുടെ അന്നത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാർ അനുവാദം നൽകാതിരുന്നത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, ബഹുമാനപ്പെട്ട അച്യുതാനന്ദനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടം ടെൻഡർ കൊണ്ടുവന്നത്. ആ ടെൻഡർ കരാറുകാരുണ്ടായിട്ടും കേന്ദ്രം സമ്മതിച്ചില്ല. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീണ്ടും ടെൻഡർ ഉണ്ടായത്. അത് 2ാമത്തെ ടെൻഡറാണ്. ആ ടെൻഡറിലാണ് 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് സഖാവ് പിണറായി ചൂണ്ടിക്കാണിച്ച ആ വിവാദ കരാറുണ്ടായത്. ഞങ്ങൾ ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്താ വാദം? കടൽ കൊള്ളയാണ്. അദാനിക്ക് അനുചിതമായ സൗകര്യങ്ങളും സേവനങ്ങളും പണസമ്പാദന മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കരാറിനോടുള്ള ഞങ്ങളുടെ തർക്കം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. 49% ഷെയറിന്റെ വില എത്രയാണ്? 12,300 കോടി. അപ്പൊ 100% ഷെയറിന്റെ വില എത്രയാണ്? ഒരു 26,000 കോടി രൂപ വരും. 25,000 കോടി രൂപ വരും. ഇതുവരെ അവിടെ മുടക്കിയത് എത്രയാണ്? കേരള സർക്കാർ 4,500. സംസ്ഥാന സർക്കാരിനും നല്ലത്. നീ ഒന്നും പണയണ്ട. ഷെയർ മൂല്യം കൂടുതലുണ്ടെങ്കിൽ കേരളത്തിന് എന്താ ഗുണം? കേരളം ഷെയർ വെക്കുന്നില്ല. അവിടെ നടക്കുന്ന ഇടപാടുകളുടെ ലാഭത്തിൽ നിന്ന് 1% നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ നമുക്ക്. അപ്പൊ അവിടെ ഷെയർ മൂല്യം കൂടിയാ കേരളത്തിന് ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നമ്മൾ കരാറുണ്ടാക്കിയ കമ്പനി അദാനിയാണെങ്കിൽ MSC ആയിട്ട് കരാറുണ്ടാക്കുന്നതിന് തുല്യമായി വരും. അങ്ങനെ MSCക്ക് കരാർ കൊടുക്കാൻ കേരള സർക്കാരിന് ഇപ്പോൾ അധികാരമില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? കേരള സർക്കാർ അല്ലല്ലോ കൊടുക്കുന്നത്, അദാനിയല്ലേ കൊടുക്കുന്നത്. 49% അതാ വിഴിഞ്ഞത്ത്, അത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിലാണ് ഒരു ക്ലാരിറ്റി വരുന്നത്. വിഴിഞ്ഞത്തിന്റെ 49% കൊടുക്കുന്നില്ല, അദാനിയുടെ 49% അല്ലേ കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ ഒരു വെള്ളി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് മുടക്കിയിട്ടില്ല. മുഴുവൻ പൈസയും കൊടുത്ത പിണറായി സർക്കാരാണ്. അതിനൊന്നും ഇല്ലേ? LDF അധികാരത്തിൽ വരും മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത്. വിയോജിപ്പുണ്ടെങ്കിലും നടപ്പാക്കി. അതുകൊണ്ട് മൊത്തം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാന്ന് പറഞ്ഞ ആരും നടക്കണ്ട. അതാ നിന്റെ വിഷമം. ഇത് നേരെ പോവാണെങ്കിൽ ഇതിനെ ഒളിച്ചു ചെയ്ത് VD സതീശനെതിരെ വിമാനത്തെ കയറ്റി മംഗലാപുരം വരെ കൊണ്ടുപോയത് KPCC ആഫീസ് വെച്ച് തീർത്താ പോരെ? മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. താങ്കൾ പറയുന്ന ഈ മംഗലാപുരം യാത്ര കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപാണ്. ആ മുൻപ് അവർ നേരത്തെ അറിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും? കോൺഗ്രസുകാർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. കോൺഗ്രസുകാർക്ക് ഉറപ്പില്ലെങ്കിലും മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടായിരുന്നു, അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെ അളിനൊന്നുകൂടി പറഞ്ഞേ. ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? കോൺഗ്രസുകാർക്ക് ഉറപ്പില്ലെങ്കിലും മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടായിരുന്നു, അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇടതുപക്ഷം അധികാരത്തിൽ വരില്ലെന്ന് അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. അതിന്റെ തെളിവ് ഞാൻ പറയാം. അതിന്റെ തെളിവ് ഞാൻ പറയാം. ഞങ്ങളുടെ തെളിവിരിക്കല്ലേ? എന്താ തെളിവ്? കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. കേന്ദ്ര നിരീക്ഷകര് തിരുവനന്തപുരത്ത് KPCC ആഫീസ് വന്നപ്പോ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് വെച്ച് ലീഗിന്റെ നേതാക്കന്മാരെ നേരെ ഇടിച്ചു കയറി KPCC ആഫീസിലേക്ക്. എന്നിട്ട് അവരെ ചെന്ന് കണ്ടു. ഇറങ്ങി വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ? കോൺഗ്രസ് അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്ത തീരുമാനം അറിയിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും.
ആ അതുകൊണ്ട് ഇപ്പൊ എന്താ? കോൺഗ്രസ് അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്താൽ സ്വാഭാവികമായി UDF നേതാവാകും എന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ അറിയിക്കുക, അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടോ എന്ന് പറയാം. ഇത് കുഞ്ഞാലിക്കുട്ടി പരസ്യപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗ് കൃത്യമായിട്ടും BD സജീഷിന്റെ ബില്ല് ഉറച്ചു നിന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അപ്പൊ ഇപ്പൊ താങ്കൾ പറയുന്നത് അദാനി കേരളത്തിൽ ലീഗിനെ പർച്ചേസ് ചെയ്തു. പിണറായി 3.0 വരില്ല എന്ന് അദാനിക്ക് അറിയാമായിരുന്നു, മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു, പക്ഷെ ഇടതുപക്ഷത്തിന് അറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിൽ പരാജയപ്പെട്ടല്ലോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പാലം ഉണ്ടാക്കി നടന്നു, റോഡ് ഉണ്ടാക്കി നടന്നു, ദേശീയപാത ഉണ്ടാക്കി നടന്നു, വിഴിഞ്ഞം ഉണ്ടാക്കി നടന്നു, മറ്റൊരു വർഗീയതയും പറഞ്ഞു നടന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിന്റെ മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. എന്തായാലും ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് അവർക്കൊക്കെ അറിയാമായിരുന്നു. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരുന്നു. അറിയാതിരുന്നു പോയത് അനിൽകുമാറിനെ പോലെ ചില ആൾക്കാർക്കാണ്. അനിൽകുമാറിന്റെ ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു നമ്മുടെ ഒരു യുവ നേതാവുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ച യുവ നേതാവ്. അദ്ദേഹത്തിന് പോലും 100 സീറ്റ് ജയിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ അടുത്ത് വെളിപ്പെടുത്തിയത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോയത് ഇവർ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. അതുകൊണ്ടാണ് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം അസംബ്ലിയിൽ വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി അവർ സർക്കാരിന്റെ മറുപടി അംഗീകരിക്കുകയല്ലേ ചെയ്തത്. സർക്കാരിന്റെ മറുപടി അംഗീകരിക്കരുത്. വേറൊരു വിഷയത്തിൽ എഴുതാൻ ഒന്ന് എഴുന്നിട്ട് സംസാരിക്കല്ലോ പി, എന്തെങ്കിലും ഒന്ന് പറയല്ലോ പി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തി. പരിതാപകരമായ ഒരു പ്രതിപക്ഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അത് മാത്രമല്ല, ദേശാഭിമാനി ആഘോഷിക്കുകയായിരുന്നില്ലേ ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക്? സർക്കാരിന്റെ ദീർഘവീക്ഷണം ദേശാഭിമാനി ആഘോഷിച്ചതല്ലേ? ഈ അനിൽകുമാറിനോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ അശക്തനാണ് എന്ന് മാത്രമേ പറയുന്നു. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? 2015 ഇത് ഒപ്പിട്ടത്. അതിനുശേഷം ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റായിരുന്നില്ലേ? നിങ്ങളങ്ങോട്ട് 2016 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് വന്നല്ലോ. അന്നങ്ങ് മാറ്റായിരുന്നില്ലേ? അതങ്ങ് മാറ്റിയിട്ട് വേറൊരു എഗ്രിമെന്റ് അങ്ങ് ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? ആ എഗ്രിമെന്റ് ഉടച്ചു വാർക്കെന്ന് പറഞ്ഞവരല്ലേ? അത് പിന്നെ 10 വർഷം കടൽ കൊള്ള എന്ന് പറഞ്ഞ വാക്കും ദേശാഭിമാനിയുടെ പത്രവും ഫ്രീസറിനകത്ത് വെച്ചവര് ഇപ്പൊ 11ാമത്തെ വർഷമോ കടൽ കൊള്ളയായിട്ട് ഇറങ്ങിയിരിക്കുക. നാണോ ഉളുപ്പുണ്ടോ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങളെ ഈ കേരളം വിശ്വസിക്കാത്തതിന്റെ കാര്യം ഇതല്ലേ? എന്തെങ്കിലും നിലപാട്, ഒരു നിലപാടുണ്ടോ? ഒരു നിലപാടുമില്ലാത്ത വെറും ഒരു അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPM മാറി. ഇതിനപ്പുറം അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിൽകുമാർ പറയണം, പിണറായി വിജയൻ ഇതിനകത്തുള്ള പങ്കെന്താന്ന് പറയണം. ഈ 6 മാസത്തിന് മേലെ എങ്കിലും ഒരു ചുരുങ്ങിയ പക്ഷം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നടക്കുന്ന ചർച്ചയിൽ ആ സർക്കാരിനെ, കേരള സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് അദാനിയും ഈ MSയുമായിട്ടുള്ള ഡീലിന്റെ എല്ലാം പ്രയറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. പിണറായി വിജയന്റെ അധികാരത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSക്ക് കൊടുത്തപ്പോ എവിടെയായിരുന്നു? നിങ്ങൾ അറിയാതെയാണോ കൊടുത്തത്? മാരിടൈം ബോർഡ് ഉണ്ട്, കേരള മാരിടൈം ബോർഡ് ഉണ്ട്. മാരിടൈം ബോർഡിന് ഉൾപ്പെടെ അവിടെ വന്ന കണക്ക് പോലും ഇല്ല. അറിയോ? അവർക്ക് 50 കോടി രൂപ കേരള മാരിടൈം ബോർഡിന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണമുണ്ട്. ആ പണം കിട്ടിയിട്ടില്ല. മാരിടൈം ബോർഡ് ഒരു കുന്തു അറിഞ്ഞിട്ടില്ല. ഇവിടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. എത്ര ഷിപ്പ് വന്നു എന്ന് അദാനി പറയുമ്പോഴാ നമ്മൾ അറിയണത്. എന്തെങ്കിലും സർവേലൻസ് അവിടെ ഉണ്ടോ? എന്നിട്ട് വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്? അനിൽകുമാറെ, ആ കണ്ടെയ്നർ ടെർമിനലിന്റെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ലേ ഇപ്പൊ നടക്കുന്നുള്ളൂ. അതിന്റെ ഗേറ്റ് തുറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എവിടെയാ റെയിൽ കണക്ടിവിറ്റി? എവിടെയാ റോഡ് കണക്ടിവിറ്റി? സ്ഥലം പോലും 10 വർഷമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം വിഴിഞ്ഞമായിട്ട് കൊണ്ട് നടക്കാൻ പോവാ. ഉളുപ്പൊന്നില്ലാത്ത വർഗം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ